കേരളത്തിലെ ഏറ്റവും പൗരാണികമായ പള്ളി എന്ന് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ്. ചേരമാൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഗവേഷണം നടത്തിയ ഒരു ചരിത്ര ഗവേഷകനാണ് നമ്മളെ കൂടെയുള്ളത്. ഡോക്ടർ PA അനസ്. അദ്ദേഹത്തിൻ്റെ PhD അലിഗഡ് സർവകലാശാലയിലായിരുന്നു. ഇസ്ലാമിക് സ്റ്റഡീസിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടാണ്. മാലിക് ബിൻ നബിയുടെ സംഭാവനകളുമായും മറ്റും ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ PhD ഗവേഷണം ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ PDF പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് KCHRൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ PDF. അതാകട്ടെ കൊടുങ്ങല്ലൂർ താലൂക്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലിഖിതങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം. ഇതിൽ തന്നെ അദ്ദേഹം കാര്യമായി പറയുന്നത് കൊടുങ്ങല്ലൂർ പള്ളിയിലെ തൂക്കുവിളക്കുമായി ബന്ധപ്പെട്ട് അതിലുള്ള ലിഖിതങ്ങൾ, അതിലെഴുതി കൊത്തിവെച്ച ലിഖിതങ്ങൾ അദ്ദേഹം വായിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നാലും അർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങളും ചേരമാൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഡോക്ടർ അനസ്, ഏതായാലും സന്തോഷം, താങ്കളെ ഈ ഇതിലേക്ക് ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പിന്നെ കൊടുങ്ങല്ലൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ ഇതൊരു ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമാണോ, അതല്ല തൂക്കുവിളക്കിൽ ഇങ്ങനെ എഴുത്തുണ്ട് എന്നുള്ള കണ്ടെത്തലിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണോ നിങ്ങൾ അന്വേഷണത്തിലേക്ക് പോയത്? എന്താണ് അതിൻ്റെ പ്രചോദനം എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ഞാൻ ജന്മദേശം കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അവിടുത്തെ കൊടുങ്ങല്ലൂർ പള്ളി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലെ അമ്പലങ്ങൾ, ആ പ്രദേശങ്ങൾ വളരെ നമ്മളെ ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ്. പ്രത്യേകിച്ചും മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൊടുങ്ങല്ലൂർ, ഞങ്ങളെ കൊടുങ്ങൂക്കാര് പറയാറുള്ളത് അങ്ങനെയല്ലേ, സ്ലാങ് അതാണ്. അപ്പോൾ കൊടുങ്ങുപള്ളി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആളുകൾ മദ്രസയിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു സത്യം ചെയ്യുന്ന, അങ്ങനെ ഖുർആൻ 30 മുസാഫ് തന്നെയാണ്, കൊടുങ്ങല്ലൂർ പള്ളി തന്നെയാണ്, അങ്ങനെ ഒരു ശൈലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊടുങ്ങല്ലൂർ പള്ളിക്ക് അവിടുത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ പഴയ ലിഖിതം കണ്ടെത്തിയെന്നും പറഞ്ഞിട്ടുള്ള ഒരു പത്രവാർത്ത വായിക്കുന്നത്. അത് 2000-ന്റെ തുടക്കത്തിൽ 2001 എന്നുള്ളതാണ്, ആ സമയത്താണ്. അപ്പോൾ അതിൽ ചേരമാൻ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഖിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഒരുപാട് ഇങ്ങനെ വാർത്ത ഉണ്ട്. അപ്പോൾ പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചുവര് വൃത്തിയാക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ പള്ളിയുടെ ചുവര് ഒന്ന് പെയിന്റ് അടിക്കുന്ന ഭാഗത്ത് ചുരണ്ടിയപ്പോഴാണ് കണ്ടത്. അപ്പൊ ഇത് കണ്ടതോട് കൂടിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനപ്പോ അന്ന് വായിച്ചു പോയി എന്നുള്ള കാലങ്ങൾക്ക് ശേഷം ഇടക്ക് പള്ളിയിലൊക്കെ നമ്മൾ പോകും. നമ്മള് ചെറുപ്പത്തിലെ ഉമ്മ കൊണ്ടുപോകണം, അവിടെ ഒരു ജാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവെ ആളുകൾ എന്താണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോവുക എന്നുള്ള ഒരു ശൈലിയാണ്. അപ്പോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിലെ ചുവരിൽ ഇത് കണ്ടിട്ടുണ്ട്, ഒരു എഴുത്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താണ്, അറബിയിലുള്ളതാണ്. ഈ എഴുത്ത് വായിക്കുക, അവിടെ വായിച്ചിട്ടില്ലാത്തൊരു രീതിയാണ്. എന്താണ് എഴുതിയേക്കണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അവിടെ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള ലിഖിതമല്ല, പഴയ മോഡലാണ്. അപ്പോ അതും പഴയ ചുവരാണ്. പഴയ ചുവരെന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തെ പള്ളിയുടെ പുറത്തേക്കുള്ള ചുവരല്ല, അകത്തുള്ള ചുവരിലാണ്. പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉള്ളിൽ നമുക്കൊരു വലിയൊരു വിളക്കും കാണാം. ഈ വിളക്ക് നമ്മൾ കയറി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പള്ളിയുടെ ഉള്ളിൽ ഒരു വലിയ വിളക്ക് എന്നുള്ളത്. അപ്പോ ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാലങ്ങൾക്ക് ശേഷം നമ്മളത് വിട്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് 2022 ഞാൻ KCHRൽ ഒരു പഴയ എപ്പിഗ്രാഫ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിനുള്ള അവസരം കിട്ടുകയാണ്. അങ്ങനെ പഠനം നടന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോകേണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ഇടങ്ങളിൽ പോയിട്ട് നമ്മൾ പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ കൂടുതൽ ലിഖിതങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഉണ്ട് ലിഖിതങ്ങൾ. നമ്മളുടെ ലിഖിതങ്ങൾ മുസ്ലിം പള്ളികളിൽ ലിഖിതങ്ങൾ കാണുന്നില്ല.
ഇടയിൽ ചോദിക്കണം ഞാൻ പറഞ്ഞു, ഇത് ലിഖിതങ്ങൾ പള്ളി ക്ഷേത്രത്തിലാണ് വട്ടെഴുത്ത് കോലെഴുത്താണ്. അതിലേതാണ് നിങ്ങൾക്ക് പ്രാഗൽഭ്യമുള്ളത്? ഞാൻ വട്ടെഴുത്ത് കോലെഴുത്ത് തുടങ്ങിയുള്ള പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അത് വായിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്, അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പൊ നമ്മള് ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇദ്ദേഹം നമ്മളെ മലയാളത്തിന്റെ പഴയ ലിപിയായിരുന്നു വട്ടെഴുത്ത് കോലെഴുത്ത്, അതിലും ഗവേഷണം ചെയ്യുകയും അത് വായിക്കുകയൊക്കെ ചെയ്യുന്ന പുതുതലമുറ ഗവേഷകരിൽപ്പെട്ട ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ഡോക്ടർ അനസ് എന്നുള്ളതിൽ സന്തോഷം കൂടി രേഖപ്പെടുത്തും. അത് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് സാറ് രാഘവാര്യർ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് പഠിച്ചത്. ഞങ്ങൾ ഒരു 6 പേരുണ്ടായിരുന്നു. ഒരു അവസരം എന്ന ഗവൺമെന്റിന്റെ ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. അങ്ങനെ പഠിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ പഴയ ലിഖിതങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാനപ്പോൾ കൊടുങ്ങല്ലൂരിലെ തന്നെ പള്ളിയിലെ ലിഖിതങ്ങളെ കുറിച്ച് പഠിച്ചാലോ എന്നൊരു ആഗ്രഹം അദ്ദേഹവുമായിട്ട് പങ്കുവെക്കുകയും ഞങ്ങൾക്കൊരു അതിന്റെ ഭാഗമായിട്ട് ഒരു ഡെസർട്ടേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ലിഖിതങ്ങളെ കുറിച്ച്, വിളക്കുള്ള ലിഖിതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നല്ല സപ്പോർട്ടാണ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ ആ ലിഖിതങ്ങൾ നോക്കുമ്പോൾ പഴയ ലിഖിതങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ പഴയ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ അത് വായിക്കാനുള്ള ശ്രമം നടന്നത് ഇപ്പോഴത്തെ മലയാളമല്ല, പഴയ മലയാളമാണ്, എന്നാലും വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കിഴക്കേ ജമാഅത്ത് പള്ളി വകയാകുന്നു ഈ വിളക്ക് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. കോലെഴുത്തല്ല, ആര്യഴുത്ത് ഉള്ളതാണ്. അപ്പോ ആ ലിഖിതം ഇങ്ങനെ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചുവരിലുള്ള ലിഖിതങ്ങൾ അറബിയിലാണത്, അതുകൂടി വായിച്ചെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഫെലോഷിപ്പ് തന്നെ, അപ്പോഴാണ് KCHR-ൽ നിന്നൊരു PDF-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത്. ഞാനപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും അത് അവർ അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ഒരു അത്യാവശ്യം നല്ല ക്യാഷും അതിൻ്റെ ഫെലോഷിപ്പും നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളി എന്നുള്ളത് കൊടുങ്ങല്ലൂർ പള്ളിയുടെ മാത്രം ചരിത്രമല്ല യഥാർത്ഥത്തിൽ. ആ പ്രദേശത്തെ ഒരു സമൂഹം രൂപപ്പെട്ടു വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് പള്ളികളുണ്ട്. അപ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള പള്ളികളുണ്ടാവും. എന്ന് മാത്രമല്ല, കൊടുങ്ങല്ലൂർ പള്ളി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ആഗ്രഹം പറ്റി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ. ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ അടുത്ത് പിന്നെ ഇന്ത്യന്റെ ഭരണാധികാരികൾ പലപ്പോഴും അറബ് രാജ്യങ്ങൾ പലപ്പോഴും സന്ദർശിക്കുമ്പോൾ ഈ കൊടുങ്ങല്ലൂർ പള്ളി മാതൃക കൊടുക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഈ അവസാന നരേന്ദ്രമോദി ഈ നമ്മളുടെ സൗദി അറേബ്യ സന്ദർശിച്ച സന്ദർഭം 2016 അദ്ദേഹത്തിന് സ്വർണ്ണ മാതൃകയിലുള്ളതാണ് കൊടുത്തത് എന്നുള്ളതാണ്. മാതൃകയാണ് കൊടുത്തത് എന്നുള്ളത് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിനിധാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിം പ്രതിനിധാനം എന്ന രീതിയിൽ കൊടുങ്ങല്ലൂർ പള്ളി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കൊടുങ്ങല്ലൂർ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു സാമൂഹിക രൂപീകരണം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു പള്ളി ഉണ്ട് എങ്കിൽ അതിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു രൂപീകരണം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ രൂപീകരണത്തെ കുറിച്ചുകൂടി പഠനം നടത്താം. അപ്പോൾ കുറച്ചും കൂടി പഠനം വിശാലമാവുകയാണ്. അവിടെയുള്ള പഴയ പള്ളികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് അടുത്തുള്ള അഴീക്കോട് പള്ളി, അത് നല്ലൊരു പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും ഉണ്ട് ചുവരുമൽ എഴുത്തുകൾ. ഞാൻ ഇതിന്റെ ഇടയിൽ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പള്ളി പിന്നെ ഈ തൂക്കുവിളക്കുകളുടെ എഴുത്ത് ഇതിനു മുമ്പ് ഈ വിപുലമായ തരത്തിൽ നേരത്തെ പഠന വായന നടത്തിയിട്ട് നിങ്ങൾ അറിവിലുണ്ടോ? ഇല്ല, അത് അവിടെ അത് ഞാൻ പഴയൊരു ഇത് വായിച്ചിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അജ്ഞാതമായ ഭാഷയിൽ എന്നാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. വായിക്കാൻ സാധാരണ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പഴയൊരു ലേഖനത്തിൽ വന്നിട്ടുള്ള അജ്ഞാതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള, അപ്പോ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന ഒരു പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലി ലിപിയിൽ എന്നൊക്കെയാണ് പറയുന്നത്. പാലി ലിപി ഒന്നുമല്ല, മലയാളത്തിലെ തന്നെ ആര്യ എഴുത്ത് സ്റ്റൈലിലാണ് എഴുതിയേക്കണത്. അവിടെ ചെന്നിരിക്കുന്ന ആർക്കും വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പോയാൽ പോലും അത് വായിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ അതിൽ ചില അക്ഷരങ്ങൾ നമുക്ക് തിരിയില്ല.
അത് ചെറിയൊരു ഗവേഷണം നടത്തിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഉള്ളതാണ്. അപ്പോ അത് ഞാൻ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ അവര് നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ചും സയ്യിദ് ഡോക്ടർ, അദ്ദേഹമാണ് അവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹം കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹം നല്ല സപ്പോർട്ട് ചെയ്യുകയും പള്ളിയുടെ എവിടെയും കയറി ചെല്ലാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കി തരികയും ചെയ്തു. അപ്പൊ അതിൽ ഒരു സംശയം കൂടി, അപ്പൊ അതിൽ നിങ്ങൾ വായിച്ചത് കിഴക്കേ ജുമുഅത്ത് പള്ളി, കിഴക്കേ ജുമുഅത്ത് പള്ളി വകയാകുന്നു എന്നാണ്. അപ്പൊ അതിലെ ഈ എന്നുള്ള ഒരു എഴുത്തും കൂടിയുണ്ട്. ഈ എഴുത്ത്, ഈ എന്നുള്ള അക്ഷരം പെട്ടെന്ന് തിരിയാത്തൊരു രീതിയിലാണ്. അപ്പൊ അതിന്റെ താഴെ ഈ വിളക്കിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഹാദ മൗഖൂഫു ലി മസ്ജിദിൽ ജാമി അൽ മഷ്രിഖ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കാണാൻ സാധിക്കും. അറബിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് വിളക്കില് മുകളില് മലയാളത്തിൽ എഴുത്തും താഴെ അതിന്റെ പരിഭാഷയാണ് അത്. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഫ്രണ്ടിലുള്ള അക്ഷരം അത് ഈ ആണ്, ഹാദ എന്നുള്ളതിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കാലഗണന നോക്കുകയാണെങ്കിൽ ഈ വിളക്കിന്റെ ഒരു കാലഗണന നമുക്ക് കിട്ടും എന്നുള്ളതാണ് സവിശേഷത. അപ്പോ ആ ഈ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആര്യ എഴുത്തിൽ നിന്ന് വട്ടെഴുത്തിനോട് സമയമുള്ളതാണ്. വട്ടെഴുത്തിന് ശേഷമാണ് ആര്യ എഴുത്ത് വരുന്നത്. ആര്യ എഴുത്തിന്റെയും വട്ടെഴുത്തിന്റെ ഒരു ഇടയിലുള്ള ഒരു പീരീഡ് ആണ്. അപ്പൊ നമുക്ക് സൗകര്യം അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ഒരു കാലനിർണയം നടത്തി. ഒരു 16 അല്ലെങ്കിൽ 17 നൂറ്റാണ്ട് ഞാൻ സാറിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു ഓക്കെ, അദ്ദേഹത്തിന്റെ തന്നെ വേറെ ഒരു പ്രാചീന ലിഖിതങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ലിപി മാതൃക ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇതേ ലിപി മാതൃകയാണ് യഥാർത്ഥത്തില് വിളക്കിലുള്ളത്. ഇതിനിടയിൽ ഞാൻ പ്രേക്ഷകർക്ക് നമുക്ക് കേൾക്കുന്നവർക്കും വേണ്ടിയിട്ട് പറയാണ്, അതായത് ഈ കൊടുങ്ങല്ലൂർ പള്ളിയിലുള്ള ഈ തൂക്കുവിളക്കിന്റെ ഏറെക്കുറെ കാലനിർണയം നടത്തിയത് ഏറെക്കുറെ നമ്മളെ ഡോക്ടർ അനസാണ് നടത്തിയത്. എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു കൗതുകം എന്നുള്ളത് ആ വിളക്കിൽ എഴുതിയ ലിപി, ആ ലിപിയുടെ പ്രത്യേകത സവിശേഷത വെച്ചിട്ട് മലയാള ലിപിയുടെ ഒരു വികാസ പരിണാമത്തിൻ്റെ ഇടയിൽ ഈ എന്നൊരു അക്ഷരം എഴുതിയത് വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ ഗൗരവപ്പെടുന്ന പുതിയ കാല പഠനങ്ങൾക്കൊക്കെ നമുക്ക് ആവേശകരമായൊരു വിവരം കൂടിയാണ്. അപ്പോൾ ഈ പള്ളി അല്ല ഇത് എന്നുള്ള അത് ഈ എന്നുള്ള വാക്ക്, അതായത് വട്ടെഴുത്തിൽ നിന്ന് ആര്യ എഴുത്തിലേക്ക് വരുന്നതിന്റെ ആ കാലയളവിൽ അപ്പൊ ഏറെക്കുറെ ഒരു 500 വർഷത്തിന്റെ ഇടയിൽ 500 വർഷം പഴക്കമുള്ളതാണ് ആ വിളക്ക്, ആ എഴുത്ത് എന്നുള്ളത്. അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് വളരെ പറഞ്ഞാൽ നമ്മളെ ഗവേഷണത്തിന് ഭയങ്കര, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പഴമയെ കുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ എഴുത്തുകൾ, ലിഖിതങ്ങൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചരിത്രവുമായി ബന്ധിപ്പിക്കാൻ എന്നുള്ളതിന് വളരെ നല്ല ഒരു മാതൃക കൂടിയാണ്. ഞാനിരുന്ന് വായിക്കാൻ ശ്രമം നടത്തി. പഴയ ലിഖിതങ്ങള്, അതായത് ചുവരെഴുത്തുകള് വായിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അപ്പോ വേറെ എവിടെയെങ്കിലും എഴുത്തുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുകയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മിഹ്റാബിൽ ചെന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു എഴുത്ത് കാണുന്നുണ്ട്. പള്ളിയുടെ മിഹ്റാബില് ഒരു എഴുത്ത്, മരം കൊണ്ടല്ല, ചുവരാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2019 അതിന്റെ രീതി വന്നത്. ആ സമയത്ത് ചുവര് ഒരച്ചോ കാണഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണ് ആ എഴുത്ത്. പെയിന്റിങ് മാറ്റിയപ്പോൾ വന്നതാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാനിത് ഈ പള്ളിയുടെ അധികൃതമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ ഈ എഴുത്ത്. അങ്ങനെ അപ്പോ അത് ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ അത് പുതിയൊരു എഴുത്താണ്, കണ്ടതായിട്ടുള്ള പുതിയ എഴുത്താണ്. അത് പിന്നീട് പത്രത്തിൽ വാർത്തയായി. മിഹ്റാബില് പുതിയ ഒരു എഴുത്ത് കണ്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളിൽ അതിനെ കുറിച്ചിട്ട് വാർത്ത വരികയുണ്ടായിരുന്നു. അത് 2022 ആ സംഭവം നടക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഒരു പുതിയൊരു ലിഖിതം കൂടി പള്ളിയിൽ നിന്ന് കിട്ടി. അപ്പൊ അതിന്റെ ഒരു സവിശേഷത, അതിലൊരു അക്ഷരം, ഒരു അക്കം കാണുന്നുണ്ട്.
അപ്പോ മറ്റുള്ള ലിഖിതങ്ങളിലൊന്നും ഒരു അക്കവും നമുക്ക് പ്രത്യക്ഷത്തിലില്ല. അപ്പോ എങ്ങനെ കാലഗണന നടത്തുക, പരിഗണിക്കുക എന്നുള്ള വളരെ പ്രയാസമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ലിഖിതം കാണുന്നത്. അപ്പൊ ഒരു പക്ഷെ ആ ലിഖിതത്തിന്റെ ഒരു സവിശേഷത പഴയ എഴുത്ത്, അറബി എഴുത്തുകളുടെ ഒരു സവിശേഷത ഉണ്ട്. ഹത്ത് റൈഹാനി എന്നെങ്കിൽ അതുപോലെ തന്നെ പല മലബാരി അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ ഹത്തുകളുണ്ട്. ഈ ഹത്തുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് അതിന്റെ കാലഗണന നിർണ്ണയിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പാലിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗപ്പെടുത്താറുള്ള ഒരു രീതിയാണ്, എപ്പിഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതെങ്ങനെ കാലത്തിന്റെ വ്യത്യസ്തം അനുസരിച്ച് എഴുത്തുകളിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് പുരോഗമനം. അപ്പോ ഈ കണ്ട എഴുത്ത് ഒരു പഴയ എഴുത്താണ്. നമ്മൾ പല ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതെന്താണ്, ഒരു 10ാം നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ടിന്റെ പഴക്കം ഉള്ള എഴുത്തായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്താണ്. അത് കൂഫിക്കും അല്ല, കൂഫിക്ക് കഴിഞ്ഞിട്ടുള്ള റൈഹാനിയുടെ ഒരു സാധ്യതയുള്ള എഴുത്താണ്. അത് മലബാർ സ്റ്റൈലില് റൈഹാനി എന്ന് പറയുന്ന എഴുത്തിന്റെ ഒരു സ്റ്റൈൽ. മലബാരി അല്ല, അത് ക്ലാസിക്കൽ ലിപിയാണ് എന്നുള്ളതാണ്. പക്ഷേ റൈഹാനിയുടെ മലബാറി ഒരു സ്റ്റൈലാണ് കണ്ടുന്നത്. അതിന്റെ ഒരു കാലപ്പഴക്കം നമുക്ക് ഒരു 10 അല്ലെങ്കിൽ 11 എന്ന് നമുക്ക് നിർണ്ണയിക്കാം എന്നാണ്. അപ്പൊ അതിലൊരു അക്കം കാണുന്നുണ്ട്, ഒരു 6 എന്നോ 9 എന്നോ വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ള ഒരു അക്കം കാണുന്നത്. അപ്പോ അത് കുറെ ഭാഗം മാഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടില്ല. നമ്മള് അതിന്റെ ഒരു ഗണന വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ ഈ പള്ളിയുടെ എഴുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രത്തെ കുറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ എഴുതിയത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ മിഹ്റാബിൽ ആരും എഴുതൂല. അതാണല്ലേ മിഹ്റാബ് എന്നുള്ളത്. സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താനുള്ള, അത് സാധാരണക്കാർ കയറി ചെന്നിട്ട് എഴുതുന്ന ഒരു പ്രദേശമല്ല. അവർക്കുള്ള അവരുടെ അസസ് ഉണ്ടാവില്ല ശരിക്കും മിഹ്റാബില്. അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിഹ്റാബിൽ ഇങ്ങനെ ഒരു എഴുത്ത് കാണുന്നത് അത് ചിലപ്പോൾ പള്ളിയുടെ കാലഗണനയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ പള്ളിയുടെ കാലഗണനയും ബന്ധപ്പെട്ട് ഇപ്പോഴും എന്നൊക്കെ പറയാം, വായിക്കാവുന്ന അല്ലെങ്കിൽ 29 എന്നും വായിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോ ഒരു പക്ഷെ ആ കണക്കാണെങ്കിൽ ഹിജറ വർഷമാണ് എങ്കിൽ 9 എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഹിജറ 9 എന്നുള്ളത് നമ്മൾക്ക് മാടായി പള്ളിയുടെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഒക്കെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അതായത് ഹിജറ 9 എന്ന് പറഞ്ഞാല് 600 ചില്ലാനം 620കളില് വരും എന്നുള്ളതാണ്. അപ്പോ ഈ പള്ളി സ്ഥാപിച്ച വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയത് പറയാവുന്ന ഒരു കാലഘടനയാണ്. അതിലുള്ള വാക്കുകൾ ഏതെങ്കിലും വാക്ക്, അതിലൊരു വാക്ക് മസ്ജിദ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലേ. അതിലൊരു മസ്ജിദ് എന്ന ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല മസ്ജിദ് എന്നുള്ളത്. അപ്പൊ പറഞ്ഞ മാതിരി ഈ മസ്ജിദ് സ്ഥാപിച്ചത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഞാൻ പിന്നെ ആദ്യം ഒന്ന് വായിച്ചപ്പോൾ ഉസ്സിസ അല തഖ്വ എന്ന് പറയുന്ന ആയത്തുണ്ട്. സാധാരണ പള്ളികളിൽ ഏത് പള്ളികളിൽ ചെന്നിട്ടുണ്ട് എങ്കിലും പഴയ പള്ളികളിൽ കാണുന്ന ഒരു ഖുർആൻ വാക്യമാണ് മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു തഖ്വയിൽ ആണ് ഈ പള്ളി ഇത് സ്ഥാപിതമായത് എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആയത്താണിത്. അത് ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ പഴയ പള്ളികളുടെ ലിഖിതങ്ങളിലും കണ്ടുവരുന്ന ഒരു ആയത്താണ്. അതിൽ വരാറുണ്ട്. കേരളത്തിൽ നല്ല പൊതുവെ കാണുന്ന. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ ഒരു പക്ഷേ ഈ ആയത്ത് അതായിരിക്കാം അല്ലെങ്കിൽ ആയത്താകാം എന്ന് പറയും. പക്ഷെ പിന്നീടുള്ള ഗവേഷണത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ നോക്കുമ്പോൾ അതല്ല ആയത്ത് എന്ന് ബോധ്യമായി. പക്ഷെ മസ്ജിദ് എന്ന് നമുക്ക് തിരികെ വായിക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് തോന്നാൻ നോക്കും. അപ്പൊ അത് എഴുതാനുള്ള ഒരു ഗ്യാപ്പുകളൊക്കെ അത്രയും ഇല്ല, സ്ഥലമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ബോധ്യമായി ആയത്തല്ല എന്ന് ബോധ്യമായി. പക്ഷെ എന്താണ് പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് എഴുതുന്നത് ആ വർഷവും അങ്ങനെ കാലഗണന. അപ്പോ നമുക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഹിജറ 9 എന്നോ ഹിജറ 6 എന്നോ കണക്കാക്കാവുന്നതാണ്. ഹിജറ 6 എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കേരളത്തിൽ ഇസ്ലാം വന്നത് എന്ന് പ്രചരിച്ച കാലമാണ്. അതെ ഇപ്പൊ പറയുന്നത്. അതായത് പിന്നെ ക്രിസ്താബ്ദം 627, 29 എന്നൊക്കെ പറയും. അത് അപ്പൊ ആ നിലക്ക് വേണമെങ്കിൽ അപ്പൊ ഇത് ഈ പള്ളിയുടെ മെഹ്റാബിലാണുള്ള അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ കാലത്ത് പിന്നീട് പുനർനിർമ്മിച്ചപ്പോ പഴയകാലം അവർ രേഖപ്പെടുത്തിയതാണ്. നിർമ്മിച്ച സമയത്തല്ല, അതിനുശേഷം എഴുതിയപ്പോൾ എഴുതി വെച്ചതായിരിക്കാം. ഇതിലൊരു സവിശേഷത അതല്ല, വേറൊരു സംശയം. അങ്ങനെയാണെങ്കിൽ പോലും ആ എഴുതി വെച്ച ലിപി അനുസരിച്ച് എന്തായിരുന്നാലും 10ാം നൂറ്റാണ്ടിലോ 11ാം നൂറ്റാണ്ടിലോ
എഴുതി വെച്ചതായിരിക്കണം അല്ലെ? അത്രയും പഴക്കം, ഒരു 10 നൂറ്റാണ്ടിന്റെ പഴക്കം ആ ചുവരുകൾക്കുണ്ട് എന്നുള്ളത് അതിന് നമ്മൾക്ക് മനസ്സിലാക്കി. വേറെ സംശയം കൂടി, സത്യത്തില് ഇന്നത്തെ കാലത്ത് പെയിന്റ് മാഞ്ഞു വന്നപ്പോ ഇപ്പോഴും പലപ്പോഴും പറയപ്പെടാറുണ്ട്, പണ്ട് ഈ പലതരം ചില ചാറുകൾ, മറ്റേ ഈ പഴച്ചാറുകളും മറ്റൊക്കെ ഉപയോഗിച്ച് എഴുതിയാൽ ദീർഘകാലം, ഇപ്പൊ പഴയ ചുവർ ചിത്രകലകൾ പലപ്പോഴും ഇന്നും നിലനിൽക്കുന്ന. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മഷി എന്നുള്ളത് ഈ ചുവർ ചിത്രത്തിന് ഉപയോഗിക്കുന്ന മഷികളാണ്. അതാണ് അതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ അപ്പോ അത്രയും പഴക്കമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ കാലഗണന നിർണ്ണയിക്കാനുള്ള ഒരു സവിശേഷതയായിട്ട് നമ്മൾ തുടർന്നുള്ള അടുത്ത പള്ളിയിൽ അന്വേഷണം നടത്തുകയുണ്ടായി. അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഴീക്കോട് പുത്തൻ പള്ളി എന്നുള്ളത്. അഴീക്കോട് പുത്തൻ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഉള്ള ഒരു ചുവർ ലിഖിതത്തില് ഹിജറ 1036 എന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ഹിജറ 1036 എന്ന് പറഞ്ഞാല് 1600 ചില്ലാനോ 17ാം നൂറ്റാണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ കണക്ക് പറയണെങ്കിൽ താജ്മഹലൊക്കെ നിർമ്മിച്ച കാലം. ആളുകൾക്ക് തൃശ്ശൂര് ഈ പറഞ്ഞ അഴീക്കോട്, മതിലകം, ഈ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ പോർച്ചുഗീസ് കോട്ട ഉണ്ടാവുകയും ഏറെക്കുറെ ഈ കാലയളവിൽ ഡച്ചുകാര് അവിടെ ആക്രമിക്കുകയും പിന്നെ ഈ പുതിയകാവ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഈ 600 ഇത് വളരെ നിർണായകമാണ്. അപ്പൊ ഏതാണ് വർഷം പറഞ്ഞത്? 1036. അതിൽ കൃത്യം ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ദുൽഖഅദ് എന്നുള്ളതാണ്. ഇതാണ് ഒരു 12ാം ദിവസമാണ്. റബിയുൽ അവൽ 12. അപ്പൊ 1036 എന്ന് നമുക്ക് പറയാൻ പറ്റും. വായിക്കാൻ അത് മറ്റുള്ളവർക്കും വായിക്കാവുന്ന എളുപ്പത്തിലുള്ളതാണ്. പക്ഷെ എഴുത്തിലുള്ളത് അത് ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സൂഫിയാണ്. അദ്ദേഹത്തിന്റെ ഒരു മുനാജാത്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. മുനാജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഫികൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. ആ മുനാജാത്താണ് 2 വരിയായിട്ട് എഴുതിയിട്ടുള്ളത്. അതായത് അഴീക്കോട് പുത്തൻപള്ളിയിൽ. അപ്പൊ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? അതിന്റെ ചുവരുകളിൽ തന്നെ, ഇടച്ചുവരിൽ തന്നെയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി ആ ചുവര് എത്രത്തോളം പഴക്കുണ്ട് എന്നുള്ളത് നമുക്ക് തിരിഞ്ഞു. അപ്പൊ അതിനേക്കാൾ എഴുത്തിന്റെ ലിപി എന്തായാലും മറ്റേതല്ല. അപ്പോഴത്തെ ഇന്നൊക്കെ ഉപയോഗിക്കാവുന്ന ഏകദേശം ഇപ്പൊ ഒരു 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ലിഖിതമായിട്ട് നമുക്ക് കണക്കാക്കാം. മാത്രമല്ല വർഷം എഴുതിയിട്ടുള്ളതാണ്. പിന്നെ അതല്ല ഇബ്രാഹിം ഇബ്നു അദ്ഹത്തിന്റെ കാലത്തിന് ശേഷമാണ്. എന്തായിരുന്നാലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇപ്പൊ ഈ വിളക്കിലെ ലിഖിതങ്ങളുടെ വായന നടത്തിയപ്പോൾ അതില് കൊടുങ്ങല്ലൂർ എന്നുണ്ട്. കൊടുങ്ങല്ലൂർ എന്ന് അറബി മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അതില് കഥങ്ങല്ലൂർ എന്ന് വായിക്കാവുന്നതാണ്. കഥങ്കല്ലൂർ എന്നുള്ള രീതിയിൽ വായിക്കാവുന്നതാണ്. നമുക്ക് കൊടുങ്ങല്ലൂർ വായിച്ചത് അറബി മലയാളത്തിലാണ്. ദാല് എഴുതിയിട്ട് കുത്തിട്ട് എന്നുള്ള അങ്ങനെ ഉള്ള രീതിയിലും ഗൈദിന്റെ മേളിൽ കുത്തുള്ള എന്നൊക്കെയുള്ള രീതിയിലുള്ള അറബി മലയാളത്തിലുള്ള ലിഖിതമാണ് കഥങ്ങല്ലൂർ എന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. കഥങ്ങല്ലൂരിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനുദ്ദീൻ മക്തൂം എഴുതിയിരിക്കുന്നത് കഥങ്കല്ലൂർ എന്ന പ്രയോഗം 16ാം നൂറ്റാണ്ടിലാണ്. സൈനുദ്ദീൻ മക്തൂം തുഫ എഴുതുമ്പോൾ അതില് കൊടുങ്ങല്ലൂരിന് ഉപയോഗിച്ച കഥങ്കല്ലൂർ എന്നുള്ള പ്രയോഗമാണ്. അതാണ് ഞാൻ 16ാം നൂറ്റാണ്ട് എന്ന് പറയാൻ ഒരു കാരണമായിട്ട് ഉണ്ടായിരുന്നു. ഏറെക്കുറെ കോമൺ ആയിട്ട് ആ ലിപിയും പേരും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. അതേ സമയത്ത് തന്നെ കൊടുങ്ങല്ലൂർ തന്നെ ഈ ചുവർ ലിഖിതങ്ങളില് മറ്റൊന്ന് ഏകദേശം മാഞ്ഞു പോയ ഒരു ലിഖിതം കാണാനുണ്ട്. ആ ലിഖിതം അവിടെ ഈ പള്ളിയിൽ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെ പള്ളിയിൽ കാണാൻ സാധിക്കും. അതിലുള്ള ലിഖിതം എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മാലിക് ബിൻ ദിനാറിനെ കുറിച്ചും അത് പിന്നെ ഇൻഷിഖാഖ് കമറിന്റെ ചന്ദ്രന്റെ കിളർച്ചയെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം എഴുതിയ ഒരു കവിതയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. അതില് കൊടുങ്ങല്ലൂർ എന്ന് എഴുതി പേര് വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് കൊടുംകൊല്ലൂർ എന്നാണ്. കഥങ്ങല്ലൂരല്ല. അതായത് വിളക്കിൽ എഴുതിയ ലിഖിതത്തിന്റെ വ്യത്യസ്തമായിക്കൊണ്ട് ഇത് കൊടുംകൊല്ലൂർ എന്നുള്ള പ്രയോഗമാണ്. അപ്പോ കൊടുംകൊല്ലൂർ എന്നുള്ളത് ഒരു പ്രയോഗം നമ്മൾക്ക് പഴയ ലിഖിതങ്ങൾ നോക്കുകയാണെങ്കിൽ വീരരാഘവ ഭട്ട എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് ഇപ്പോ സമകാലികരായിട്ടുള്ള എല്ലാ എപ്പിഗ്രാഫ്സുകളും അതിന്റെ കാലഘടന പറയുന്നത് 11ാം നൂറ്റാണ്ട് 12ാം നൂറ്റാണ്ട്.
വീരരാഘവ പട്ടയം, അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വെച്ചിട്ട് എഴുതുന്ന ഒരു പട്ടയമാണ്. അത് എല്ലാവരും അംഗീകരിച്ച ഒരു പട്ടയമാണ്. അതില് പ്രയോഗത്തിൽ വന്നിട്ടുള്ള ഒരു കൊടുങ്കൊല്ലൂർ എന്നാണ്. കൊടുങ്ങല്ലൂരിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം കൊടുങ്കൊല്ലൂർ എന്നാണ്. അതേ പ്രയോഗം തന്നെയാണ് ഇതിലുള്ളതും. അപ്പോ ഏകദേശം ഒരു 12-ാം നൂറ്റാണ്ട് നമ്മളപ്പോ ഈ പ്ലേസ് നെയിം വെച്ചിട്ടാണ് നമ്മളെ കാലഗണന നിശ്ചയിക്കുന്നത്. പക്ഷെ ഈ കൊടുങ്ങല്ലൂർ പള്ളിയിലെ ലിഖിതങ്ങളില് കൊടുങ്ങല്ലൂർ എന്ന വാക്ക് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിൽ തന്നെ ഒരു പള്ളിയിലെ വ്യത്യസ്ത ചുമർ ലിഖിതങ്ങളിൽ ഇതിരിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ കൊടുങ്ങല്ലൂർ എന്ന പ്രയോഗം കണ്ടിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓരോത്തിന്റെയും എന്താണ് പാലിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിന്റെ ലിഖിതങ്ങളുടെ കാലഗണന നമ്മൾ പറയാനാണ്. അത് നമുക്കൊരു അപ്രോക്സിമേറ്റ്, അത് ഏകദേശം എന്നേ പറയാൻ പറ്റുള്ളൂ, ക്ലിയർ അല്ല. ഇത് പിന്നെയും ചർച്ചകൾക്ക് വേണ്ടി ഒരു കാര്യം. ഈ കൊടുങ്കൊല്ലൂർ എന്ന് എഴുതിയതും അറബിക്കിലാണോ? അറബി മലയാളത്തിലാണ്. അറബി മലയാളത്തിലാണ്. അപ്പൊ അത് മറ്റേ അതിന്റെ ലിപി നേരത്തെ പറഞ്ഞ രൂപത്തിലല്ല, അത് കൃത്യമായിട്ട് അറബിയിലാണ് എഴുതിയത്. അത് അറബിയിലുള്ള കവിതയാണ്. ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാമിക സ്വീകരണവും അതുപോലെ തന്നെ അവിടെയുള്ള മാലിക് ബിൻ ഹബീബ്, അദ്ദേഹത്തിന്റെ മക്ബറയാണ് അവിടെ ഉള്ളത്. ഉമരിയ എന്ന് പറയുന്ന അവരുടെ ഭാര്യ, അവരുടെ രണ്ടുപേരുടെയും മക്ബറയാണുള്ളത്. അതിനെ കുറിച്ചാണ് അത് ആ കവിത ഉള്ളത്. അതിൽ ചേരമാൻ പെരുമാളിനെ കുറിച്ചും പറയുന്നു. ചേരമാൻ പെരുമാള് ഇസ്ലാം സ്വീകരിച്ചതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങൾ. അപ്പോ ഇതിന്റെ 11-12 നൂറ്റാണ്ടിലായിരിക്കും നമ്മൾക്ക് കണക്കാക്കാം. അപ്പോ ആ ചുവരിന് അത്ര പഴക്കം വരാം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഫ്രണ്ടിലുള്ള ചുവര്, അതായത് മിഹ്റാബിലുള്ള ചുവരിനും ആ പഴക്കം നമുക്ക് കണക്കാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, 10-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 11-ാം നൂറ്റാണ്ടിലുള്ള കാലഘടനയിലാണ് ആ ചുവരുകൾ ഉള്ളത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിപുലീകരണം നടന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിലെ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ളത് പറഞ്ഞാൽ ഉള്ളിലെ പള്ളിയുടെ പഴയ ഘടനയെ പരിഗണിച്ചുകൊണ്ട് തന്നെ MGS ഒക്കെ പറയുന്നത് അത് 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനം ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇത്രയും കാലഘട്ടത്തിലുള്ള പള്ളിയാണ് എന്നുള്ളത്. ISAന്റെ എന്താണ് സർവേ ഓഫ് ഇന്ത്യയുടെ റിവ്യൂലൊക്കെ വന്നിട്ടുള്ളതാണ് 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട്. അതുകൊണ്ട് തന്നെയാണ് MGS ഒക്കെ പറയുന്നത് ഈ പെരുമാളിന്റെ ഭരണകാലം അല്ലെങ്കിൽ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് 11-ാം നൂറ്റാണ്ടിലാണ് 12-ാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അങ്ങനെയാണ്. പക്ഷെ അതല്ല, അങ്ങനെ ഈ മിഹ്റാബിലുള്ള എഴുത്തും ഏറെക്കുറെ ഈ കാലയളവിലുള്ള ലിഖിതമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്വാഭാവിക പുനർനിർമ്മിച്ചതായിരിക്കാം എന്നുള്ളതാണ്. അതോടുകൂടി സ്വാഭാവികമായിട്ട് മുന്നേ ഉണ്ടാവാലോ. ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയൊരു കവിതയുണ്ട്. അത് കേരള എന്ന് പറയുന്ന കാവ്യത്തില് അദ്ദേഹം കൊടുങ്ങല്ലൂർ പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തില് ബുദ്ധന്മാരെ ബുദ്ധവിഹാരമായിരുന്നെന്നോ അവര് അത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് വിട്ടുപോയ സന്ദർഭത്തില് നമ്മൾക്ക് മുസ്ലിങ്ങൾക്കായിട്ട് അന്നത്തെ പെരുമാൾ എന്ത് ചെയ്തത് സംഭാവന നൽകുകയും ചെയ്തതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അത് 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം, 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ എഴുതുന്നത്. അല്ല, അതിന് പറയാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചരിത്രരേഖകളുണ്ടോ? ഇല്ല, വാമൊഴിയായിരിക്കും. കുടുംബത്തിൽ പെട്ട ആളാണ്. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക നമ്മൾ ചില സംഗതികളെ ചരിത്രപരവും ഇസ്ലാമികമായ ഇതിലും നോക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചിപ്പോൾ ഒരു കഴിഞ്ഞ 1-2 നൂറ്റാണ്ട് മുമ്പുള്ള പല ഇതിൽ ക്ഷേത്രങ്ങൾ തകർത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി എന്നൊക്കെ വേറെ രാഷ്ട്രീയ പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ വന്ന മുസ്ലിങ്ങൾ പറഞ്ഞത് സുന്നി, പ്രത്യേകിച്ച് യമൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ ഒരു ഇസ്ലാമിക് ഫിഖിൻ്റെ പിന്നാലെ നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവിക പള്ളിക്ക് ഭൂമി വാങ്ങിക്കുക എന്നുള്ളതിൽ വലിയ നിഷ്കർഷമുള്ള, പ്രത്യേകിച്ച് വേറെ ആരുടെ കാരണം അത് അത്രയും പള്ളിക്ക് വേണ്ട, ഇപ്പോൾ പള്ളിക്ക് വഖഫ് നൽകുന്നു. പഴയ കാലത്തെ വഖഫായിട്ട് പള്ളിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിക്ക് കൊടുക്കേണ്ട സ്വത്ത്, അതിൻ്റെ ശുദ്ധി, ഇതിലൊക്കെ വലിയ തോതിൽ ശ്രദ്ധയുള്ള ആളുകൾ ഒരിക്കലും ഇല്ല. കാരണം അവരുടെ വിശ്വാസപ്രകാരം മറ്റൊരു ആരാധനാലയത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ആരാധന ഉണ്ടാക്കി നിസ്കരിച്ചാൽ ശരിയാവില്ല എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകളുടെ സ്ഥലം. ഹലാല് എന്നുള്ളത് വളരെ പ്രധാനം. ഭക്ഷണത്തിൽ മാത്രമല്ല എല്ലാത്തിലും അനുവദനീയമാവുക എന്നുള്ള. അപ്പൊ ഒരു കടന്നാക്രമിക്കുക അല്ലെങ്കിൽ വേറെ ഔദാര്യമായി കൊടുത്തതാണെങ്കിൽ പോലും മറ്റൊരാളുടെ ഒരു വർഷിപ്പ് പ്ലേസ് മറ്റുള്ളവർ ഉപയോഗിക്കുക എന്നുള്ളത്
അത് ആ തരത്തിൽ തന്നെ അങ്ങനത്തെ ഒരു പഠനം കൂടി ഇതിനെ കുറിച്ച് ക്രോസ് ചെയ്ത് വരേണ്ടതുണ്ടെന്നുള്ളതാണ്. അതിൽ ഈ താരാചന്ദിന്റെ ഇസ്ലാമിന്റെയുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും, യഥാർത്ഥത്തിൽ ഈ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിക്കുന്ന കാലഘട്ടം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബുദ്ധന്മാര് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അവര് നാട് വിട്ടുപോയ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടുമാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന്. ഇപ്പൊ കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തെ കുറിച്ച് ഉള്ള ചർച്ചകളിൽ നമുക്ക് കാണാം അതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ള ചർച്ചകളുണ്ട്. അതിനുശേഷമാണ് അത് അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശികവാസികളുടെ ക്ഷേത്രമായിരുന്നു എന്നും അതിന് കൊടുങ്ങല്ലൂർ ഭരണി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ആചാരങ്ങളാണ് ചർച്ചകൾ വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ. അപ്പൊ കൊടുങ്ങല്ലൂർ ആ പ്രദേശം എന്നുള്ളത് പ്രത്യേകിച്ചും ജൈനന്മാരും ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രത്തിൽ കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊടുങ്ങല്ലൂര് മതിലകം. അതിന്റെ തൊട്ടടുത്താണ്, ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശം, അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ ആണ് മതിലകം പ്രദേശം. അപ്പൊ അവിടെ മതിലകത്തിനോടനുബന്ധിച്ചുള്ള ഒരു പള്ളി ഞാൻ അന്വേഷണം നടത്തുകയുണ്ടായിരുന്നു. അവിടെയാണ് നമ്മളുടെ പുതിയകാവ് പള്ളി. അപ്പൊ പുതിയകാവ് പള്ളിയും വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. അത് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ എഴുതപ്പെട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പള്ളി കൂടിയാണ് പുതിയകാവ് പള്ളി എന്നുള്ളത്. അപ്പൊ അതിൽ ഒരു ലിഖിതമുണ്ട്, ചുവരിലല്ല, അതിന്റെ മച്ചിലാണ് ലിഖിതമാണ് ഉള്ളത്. അത് ആ പള്ളി നിർമ്മിച്ച കാലഘടനയെ കൃത്യമായിട്ടാണ്. അത് പഴയ എന്താണ് രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഭിജത് കണക്കിലാണ് ആ കണക്ക് എഴുതിയിട്ടുള്ളത്. അതുകൂടി നമ്മൾ ഈ എപ്പിഗ്രാഫ്സ് പഠിക്കുമ്പോൾ, അറബിക് എപ്പിഗ്രാഫ്സ് പഠിക്കുമ്പോൾ ഈ അഭിജത് കണക്ക് അതിന്റെ ഒരു ശൈലി കൂടി നമ്മൾ പഠിക്കണം എന്നുള്ളത് വളരെ രസകരമാണ് എന്നുള്ളതാണ്. അല്ലാതെ മാത്രമല്ല, ഈ അഭിജത് കണക്ക് പറയുമ്പോഴാണ് നമ്മളെ ഈ മുഖ്യധാര പൊതുബോധം ഉണ്ടല്ലോ, ആഖ്യാനങ്ങൾ. അതായത് മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഇവർ പുതിയ തലമുറയിൽ കുറച്ച് പുതിയ വിദ്യാഭ്യാസം ഉണ്ടായി വരുന്നുള്ളൂ എന്നല്ല, അത് നൂറ്റാണ്ടുകളായി ഭയങ്കര അന്ന് ഓരോ കാലത്ത് ലഭ്യമായ സാംസ്കാരിക വൈജ്ഞാനിക ഉന്നതിയുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്കുള്ള തെളിവാണ് ഈ പറഞ്ഞ ഈ അഭിജാല്. നമ്മൾക്ക് സംഖ്യാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഈ നമ്മളുടെ മറ്റു മതസ്ഥരിൽ കണ്ടത് പോലെ തന്നെ മുസ്ലിങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത്. അത് കൊടുങ്ങല്ലൂർ പള്ളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ വിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിൽ നമുക്ക് തിരിയുന്ന വേറൊരു കാര്യം കൂടിയാണ്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ എന്താണ് ഈ ആര്യഴുത്ത് വട്ടെഴുത്ത് എന്നൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു എന്ന് പറയുന്ന ഒരു ആഖ്യാനമുണ്ട് ശരിക്കും മലയാളത്തിൽ. അങ്ങനെയുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയുടെ നടുക്കലിരിക്കുന്ന ഈ വിളക്കിൽ അതില് മലയാളത്തിൽ എഴുതിയിരിക്കും. അത് അന്നത്തെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം മുസ്ലിങ്ങൾക്ക് പഠിക്ക് പുറത്തായിരുന്നില്ല. ആഖ്യാനമാണ്. ഒരു പള്ളിയുടെ നടുക്കലിരിക്കുന്ന വിളക്ക്, അത് ഒരു പക്ഷെ നടുക്കൽ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ കാലം ഇത് 21 തിരിയിട്ട് ഉള്ള ഒരു വിളക്കാണ്. അങ്ങനെയും ഉണ്ട്. ഞാൻ തിരികളുടെ എണ്ണം അന്വേഷിച്ചു. അപ്പോ വിളക്കുകൾക്കൊരു സവിശേഷതകളുണ്ട്. പഴയ കാലത്ത് 7, 14, 21 ഇങ്ങനെയാണ് തിരികളുടെ കണക്ക് വരുന്നത്. ഇത് 21 തിരികൾ ഇടാവുന്ന ഒരു വിളക്കാണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ. അത്രയും വലിയ വിളക്കാണ് എന്നുള്ളതാണ്. എന്നിട്ട് ആ വിളക്കിൽ തന്നെ അതിൽ മയൂര മുദ്രയാണുള്ളത്. അങ്ങനെ ഒരു മുദ്രകളുണ്ട്. നമ്മൾ വിളക്കുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു സംസാരം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ പള്ളിയിലെ വിളക്ക് എന്നുള്ളത് നിലവിളക്ക് ആണെന്നാണ്. നിലവിളക്കല്ല, നിലവിളക്ക് തൂക്കുവിളക്കാണ്. നിലവിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. തൂക്കുവിളക്ക് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലത്ത് വെളിച്ചത്തിന് ഉപയോഗിക്കുന്ന ഒന്ന് എന്നുള്ള രീതിയിലാണ് കൊടുങ്ങല്ലൂർ പള്ളിയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ പള്ളിയിലും വിളക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ വിളക്കിന്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അത് വേറൊരു നിലവിളക്കല്ല, തൂക്കുവിളക്കാണ് അത് എന്നുള്ളത് ബോധ്യം ഉണ്ടാവണം. അല്ല, ആ വിളക്ക് 2-3 സംഗതികൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് എന്തോ അന്യത ഉണ്ടായിരുന്നു, അവരെ ഹറാമാക്കിയിരുന്നു എന്നുള്ള ആഖ്യാനങ്ങൾ മുഴുവൻ പൊളിച്ചു കളയുന്നതാണ്. കേരളത്തിൽ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഏറ്റവും ആദ്യത്തെ ഇന്ത്യയിലെ പള്ളി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട വിളക്കിലെ എഴുത്ത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിൽ വേറൊന്നുണ്ട്, ഈ മതസൗഹാർദ്ദത്തിന്റെ ഒരു വശം കൂടി. അതിനെ കുറിച്ച് പറയുന്ന പറഞ്ഞാല് ഞാൻ ഇതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ സയ്യിദ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ വിളക്കിലെ എണ്ണ എന്നുള്ള ഒരു സവിശേഷതയാണ്. അവിടുത്തെ കൊടുങ്ങല്ലൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട
നമ്മൾ അവര് നൽകുന്ന ഒരു സംഭാവന എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളക്കിലേക്കുള്ള എണ്ണയാണ്. അത് ഒരു രോഗശമനിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളക്കിലെ എണ്ണ ഉപയോഗിക്കുന്നില്ല. എന്നാലും എന്താണ്, അവിടെ ജാറത്തിൽ പോകുന്ന ആളുകള് ചന്ദനത്തിരിയും വിളക്കിലെ എണ്ണ കൊടുക്കാറുള്ളതാണ്. അത് ഒരുപക്ഷെ പ്രാദേശികമായ ഇസ്ലാമോ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അത് ഇസ്ലാമിൽ അതിനൊരു സ്ഥാനവും ഇല്ല. എന്നാൽ അപ്പോ ഈ വിളക്കിലെ എണ്ണയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു 1940-50 വരെ, അതായത് കുറച്ച് അതിനുശേഷവും ഈ വിളക്കിലേക്കുള്ള എണ്ണ അടുത്തുള്ള കോവിലത്ത് നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. കോവിലകത്ത് അതെച്ചാല് ഈ പള്ളിയുടെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂർ കോവിലകം. അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം എഴുതിയ വിളിപ്പാട് അകലെന്ന, രാജാവിന് വിളിക്കാൻ കഴിയുന്ന ദൂരത്ത്, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഈ പള്ളിയുള്ളത്. അരാക്കുളത്തിന്റെ വക്കത്താണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഇപ്പോഴും ഉണ്ടായ കുളം അരാക്കുളം എന്ന് പറയണ, പണ്ട് അത് വലിയ വിശാലമായ പള്ളി കുളമായിരുന്നു എന്നാണ്. വെച്ചാല് അന്നത്തെ ഈ ആ കോവിലകത്തിലെ സ്ത്രീകൾ കുളിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ശുദ്ധി വരുത്താവുന്ന ഒരു കുളമായിരുന്നു. വലിയൊരു വിശാലമായ കുളമാണ്. ഇപ്പൊ അത് ചെറിയൊരു കുളമാണ്. കൊടുങ്ങല്ലൂർ പള്ളിയുടെ അടുത്ത് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുളം അത് അരാക്കുളം. ഇദ്ദേഹം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അരാക്കുളത്തിന്റെ വക്കത്തുള്ള ബുദ്ധവിഹാരമാണ് എന്ത് ചെയ്തത്, നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലും പറയുന്നത് രാജാവിന് വിളിപ്പാട് അകലെ, രാജാവിന്റെ വിളിപ്പാട് അകലെയാണ് കൊടുത്തത്, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതെന്നാണ്. അപ്പോ ഈ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കുള്ള എണ്ണ കിട്ടിയിരുന്നത് ഈ കോവിലകത്ത് അത്രയും സൗഹാർദ്ദം കൂടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടുത്തെ ഒരു ജനവാസത്തിന്റെ കണക്കെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂർ ഇപ്പോൾ ചെന്നാലും നമുക്കറിയാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്. പിന്നീട് അവിടെ മേത്തല ഭാഗത്തൊക്കെയാണ് എന്താണ് മുസ്ലിങ്ങൾ ഉള്ളത്. ഇപ്പൊ അവിടെ മഹല് വലിയ സംവിധാനമുണ്ട്, 10,000-ഓളം കുടുംബങ്ങളുള്ള ഒരു വലിയ മഹലാണ്. എന്നാൽ പോലും പള്ളിയോട് തൊട്ടടുത്ത് എന്തില്ല, ജനവാസം ഇല്ല. ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കോവിലൊക്കെ ആണ് അതിന്റെ പ്രദേശത്തുള്ള ആളുകളാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് സ്വാഭാവികമാണ്. ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള പ്രദേശത്താണ് സാധാരണ എന്ത് ചെയ്യേണ്ടത്, മുസ്ലിം പള്ളി വരേണ്ടത്. പക്ഷെ എന്താണ്, ഇതൊരു ഗിഫ്റ്റ് ആയത് കൊണ്ടായിരിക്കാം എന്താണ് ഇങ്ങനെ വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഈ പള്ളിയിലെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ ചുമതല, രാജകുടുംബത്തിന്റെ ചുമതല കൂടിയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അവിടേക്ക് അവര് എണ്ണ നേരുമായിരുന്നു. അപ്പോ ഒരുപക്ഷെ ആ വിളക്ക് അങ്ങനെ ആരെങ്കിലും സാമൂതിരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളത് കൊടുത്തതായിരിക്കാം. പൊന്നാനിയിൽ പള്ളിയിൽ സാമൂതിരിയുടെ ഒരു വിളക്കുണ്ട്. അപ്പോ അതങ്ങനെ പള്ളികളിലേക്ക് പണ്ട് സംഭാവനകൾ രാജാക്കന്മാർ നൽകാറുള്ള. അപ്പൊ ഈ പുതിയകാവ് പള്ളിയിലെ മച്ചിൽ എഴുതിയ ഈ അഭിജത കണക്കിലുള്ളത് എന്താണ്, അതിന്റെ വർഷം ഏതാണ്? അതിന്റെ വർഷം 1715 എന്ന് നമുക്ക് കണക്കാക്കാം. 1715 എന്ന് നമുക്ക് കണക്കാക്കാം. അവിടെ എഴുതിയിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടു സംസാരം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത് പറങ്കികൾ കത്തിച്ച പള്ളി എന്നാണ്, പോർച്ചുഗീസുകാരെന്നാണ്. ഡച്ചുകാരുടെ കാലഘട്ടം. അപ്പൊ ഞാന് പറങ്കികളുടെ കാലഘട്ടം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആ പള്ളിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അവര് പറഞ്ഞത് പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐന് രണ്ട് അക്ഷരങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ ഈ അഭിജത് കണക്കില് വർഷം മാറും. അതാണ് സവിശേഷം. അപ്പൊ അത് റൈനാണ് അവിടെ ഉള്ളത്. ചിലൊരു കുത്തിന്റെ കുറവുണ്ട്. നമ്മളിപ്പോ അവിടെ ചെന്ന് അന്വേഷിച്ച് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അക്ഷരം കാണാൻ പറ്റും എന്നുണ്ട്, ആ പുള്ളി കാണാം എന്നുള്ളതാണ്. അത് പിന്നീട് ഇപ്പൊ അവര് പെയിന്റ് അടിച്ചൊക്കെയാണ്, അത് നല്ല വൃത്തിയാക്കി പെയിന്റ് അടിച്ച്. അപ്പൊ അതിൽ വന്നിട്ട് അപ്പൊ അകലെന്ന് നോക്കിയാൽ നമുക്കത് റൈനും ഐനും എന്താണ് ഒന്നിച്ചു കൂടിയതാണോ എന്നൊക്കെ അല്ലെങ്കിൽ ബാ ആയിട്ടൊക്കെ പരിഗണിക്കും. അപ്പൊ ഞാനത് കണക്കാക്കി കൃത്യമാക്കി നോക്കുമ്പോൾ അത് റൈനാണ്. അപ്പോ 1717 15 എന്നുള്ള കണക്കാക്കാൻ കിട്ടുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന സമയത്താണ് അവിടെ നമുക്കൊരു മീസാങ്കല്ല് കിട്ടിയത്. മീസാങ്കല്ലില് നമുക്ക് കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയതാണ്, ലിപിയാണെന്ന് തിരിയാണ്. ഞാനത് കാണിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് ഒരു പേർഷ്യൻ ലിപി അല്ല, അറബി അല്ല, എന്താണ് ഭാഷ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലിപിയാണ് കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഞാനിങ്ങനെ അന്വേഷണത്തിൽ നിന്ന് ഒരു ഡച്ച് കോയിൻ കിട്ടി.
ഈ 1736 എൻ്റെ കയ്യിലുണ്ട് അത്. എന്നിട്ട് ഒരു ഡച്ച് കോയിന് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് KCHR-മായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു അവിടെ സ്വാഭാവികമായിട്ടും ഡച്ചിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. ഒരു പാപ്പിനിവട്ടം കോട്ട, ഇപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് പാപ്പിനിവട്ടം കോട്ട. കോട്ടയുടെ സ്ഥാനമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ്, സ്വാഭാവികമായിട്ടും ഡച്ചുകാരുടെ ഭാഗമായിട്ടായിരിക്കും പള്ളി കത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ തൂക്കുവിളക്കിൽ ഒറ്റ സംഗതി കൂടി ലാസ്റ്റ് ചോദിക്കാം. കിഴക്കേ പള്ളി ജുമഅത്ത് പള്ളി വക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കിഴക്കേ ജുമഅത്ത് പള്ളി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ പള്ളി കിഴക്ക് ഭാഗത്ത് എന്നുള്ളവർക്കായിരിക്കണം. അങ്ങനെ ഞാനപ്പോൾ കിഴക്ക് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ കിഴക്കേ ജുമഅത്ത് പള്ളി വകയാകുന്നു എന്നാണ്. അപ്പോൾ അവര് കൊടുത്തതാണോ, കിഴക്കത്തുള്ള ഒരു പള്ളിക്കാര് കൊടുത്തതാണോ എന്നുള്ളതായിരുന്നു അങ്ങനെ വായിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ അത് ശരിയല്ല. ചില അറബി ലിഖിതം വായിച്ചു നോക്കിയപ്പോഴാണ് മൗഖൂഫ് എന്ന പദമാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്തിരിക്കുന്നു. അപ്പോ പള്ളിയുടെ ഭാഗം തന്നെ ഈ കിഴക്കേ പള്ളി. അപ്പൊ ഞാൻ അന്വേഷണം നടത്തി, ഈ പള്ളിക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? അപ്പോ കൊടുങ്ങല്ലൂർ പള്ളിക്ക് ഒരു പേരുണ്ട്, കിഴക്കേ പള്ളി എന്നാണ്. അപ്പൊ ആ പേര് വരാൻ കാരണം അവിടെ പടിഞ്ഞാറ് വശത്ത് വേറൊരു പള്ളിയുണ്ട്, അഴീക്കോട്. ഞാൻ പറഞ്ഞല്ലോ ഈ ലിഖിതം കണ്ടെത്തി മറ്റൊരു ലിഖിതം കിഴക്കേ പള്ളി എന്ന് പറയുമ്പോൾ വേറെ ഒരു സാധ്യത കൂടി ഞാൻ പറയാം. അത് കേരളത്തിലെ ആദ്യകാല മസ്ജിദുകൾ പലതും കടൽ തീരത്തായതുകൊണ്ട് കടലെടുത്ത് പോയിട്ട് പിന്നീട് ഇപ്പോൾ താനൂര് പരപ്പനങ്ങാടി ഭാഗത്തുള്ള ആദ്യ പള്ളികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അവിടെയൊക്കെ കടൽ ആക്രമണം ഉണ്ടായി പിറകിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ കിഴക്കേ പള്ളി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയുള്ള ചർച്ചകളുണ്ട്. മുന്നിൽ പള്ളിയുണ്ട്. കൊടുങ്ങല്ലൂർ പള്ളി ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അന്ന് രാജാവ് കൊടുത്ത പള്ളി ആയിരിക്കണം എന്നില്ല. അതൊക്കെ പലതരം വായനകൾക്ക് സാധ്യത. ഇതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ചകൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഭാഗം കൂടി. അങ്ങനെയാണ് ഒരാൾ പറയുന്നതല്ല തീർപ്പ് കൽപ്പിക്കുകയല്ല, സാധ്യതകൾ കൂടുതൽ ചർച്ച ചെയ്യുക. അപ്പോൾ അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. തീർച്ചയായും സന്തോഷമുണ്ട്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൗരാണികമായ വൈജ്ഞാനിക വളർച്ചയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ പഴയ കാല കണക്കുകൾ, ഡച്ച് പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ പലതിലും നമുക്ക് കൃത്യമായ വലിയ രേഖകൾ അല്ലെങ്കിൽ പുതിയ തെളിവുകൾ, പുതിയ വെളിച്ചങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള വിവിധ സംവിധാനങ്ങൾ ഇപ്പോഴും ചരിത്രത്തിൽ ഉപയോഗിക്കുന്ന ഉപദാനങ്ങൾ പലതും ഇപ്പോഴും ചേരമാൻ കൊടുങ്ങല്ലൂർ പള്ളിയിലാവട്ടെ, മതിലകം പുതിയകാവ് പള്ളിയിൽ ഉൾപ്പെടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നും അതിലേക്ക് ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതും കേരളത്തിൻ്റെ പഴയകാലത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചമുള്ള തുറസ്സുകളിലേക്ക് ലഭിക്കുവാനും, അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള അതുപോലെ ഭരണകൂടങ്ങൾ, ഇവിടുത്തെ കോവിലകം, രാജാക്കന്മാരൊക്കെ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ പുതിയ കഥകൾ, ഇങ്ങനെ പലതിലേക്കും നമുക്ക് വെളിച്ചം നൽകുന്നതാണ് ഇത്തരം പഠനങ്ങൾ. അതിലേക്ക് ഡോക്ടർ അനസിൻ്റെ സംഭാവന ഇനിയും കൂടുതൽ നമുക്ക് കരുത്തേകട്ടെ എന്നുള്ളൊരു ആശംസ കൂടി നേരുകയാണ്. ഓക്കെ, നന്ദി.